മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ഇപ്പോൾ മഴയായിരുന്നു. ഏറ്റവും അവസാനമായപ്പോഴത്തേക്കും രാത്രി ആയിരുന്നല്ലേ. അപ്പം നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ക്രീപ്പർ സ്പൈഡർ എല്ലാം ഉണ്ടല്ലോ. കുരുപ്പ് എടാ ചത്ത് ഞാൻ ചത്താനിപ്പോൾ നിൽക്കുന്ന എല്ലാ സാധനങ്ങളും. ക്രീപ്പർ പൊട്ടോളാ നീ. പൊട്ടി. ഞാൻ വിചാരിച്ചു ഡാമേജ് അടിക്കത്തില്ലായിരിക്കും, പക്ഷെ ഡാമേജ് അടിച്ചു സംഹാവ്. ഓക്കെ എടാ സ്പൈഡറെ, എന്താടാ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു വീടുണ്ടാക്കാനാണ്. അതിനു മുമ്പ് പല റിസോഴ്സസും ജസ്റ്റ് മിസ് ഇപ്പം ഒന്ന് കയറി കൊടുത്താണ് അങ്ങോട്ടേക്ക്. തൽക്കാലം ഇത് കണ്ടിരിക്കട്ടെ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി പോവാം. അതിന് പല റിസോഴ്സസും വേണം. ഒരു 2 പിക്കാക്സ്, പിന്നെ ഒരു എക്സ്ട്രാ ആക്സും ഷവലുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്ഥലത്ത് അല്ല, അങ്ങനെ നടക്കട്ടെ. നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്ഥലത്ത്. ആദ്യമേ തന്നെ ഒത്തിരി വലുതൊന്നുമല്ല, അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുന്ന വിധത്തിലാണ് ഞാൻ ചെയ്തെടുക്കാൻ പോണത് വീട്. അതുകൊണ്ട് ഒരു ബ്ലോക്ക് ഇവിടെ ഒരെണ്ണം, പിന്നെ 1 2 അറിയാതെ പല ബ്ലോക്കും അങ്ങ് മൈനായിപ്പോൾ. ഞാൻ ഉണ്ടാക്കുന്ന വീടിന് ഒത്തിരി ഭംഗിയൊന്നും കാണത്തില്ല. എനിക്ക് ഈ വീടൊക്കെ ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഇല്ല ഗൈസ്. അപ്പം ഇവിടെ അങ്ങോട്ട് വെക്കാം. ഓക്കെ, ഇനിയിപ്പം ഇവിടുന്ന് എന്താ 3 തിരിഞ്ഞുപോയി. ഓക്കെ, ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കട്ടെ, അല്ലെങ്കിൽ ചാവും. ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഒരൊറ്റ നില വീടാ. പക്ഷേ ചിലപ്പം ഈ എപ്പിസോഡ് അരമണിക്കൂർ അതിനും താഴെയാണെങ്കിൽ അത്ര സമയം എടുക്കുമായിരിക്കും. നേരത്തെ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഏതാണ്ട് ആൾമോസ്റ്റ് അരമണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി കുറയ്ക്കാൻ പോകുമ്പോൾ മാക്സിമം ഒരു 20 മിനിറ്റ്. ഓക്കെ, ഇത് ക്ലിയർ ചെയ്ത് കളയണം.
ഗൈസ് ഞാൻ ഈ ഡാറ്റയൊക്കെ അങ്ങ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ ഡാറ്റയൊക്കെ അങ്ങ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടിയിൽ പ്ലാങ്ക് വെക്കണം. അറുപതെണ്ണം എടുത്തിട്ടുണ്ട്, തികഞ്ഞാൽ മതിയായിരുന്നു. ഏറ്റവും അവസാനം അതെടുക്കാം. കുറേ ഫുഡൊക്കെ വേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇപ്പോഴേ തികഞ്ഞില്ല. അപ്പോൾ ഉള്ളതൊക്കെ വെച്ച് ഇവിടെ ഇനിയും മരം വെട്ടാൻ പോകണം. ഗൈസ് ഈ മരമൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. രാത്രിയാകാറായി, പോയി കിടന്നിട്ട് ബാക്കി പണി ചെയ്യാം. ഓക്കെ, അങ്ങനെ ഇന്നത്തെ ദിവസവും തീരാറ്. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ഡേ 4 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എത്രത്തോളമായി? 47. ഓക്കെ, 2 സ്റ്റാക്ക് വോട്ടെടുത്തിട്ടുണ്ട്. ഓക്കെ, ഗൈസ് ഇവിടെ ഞാൻ ഈ പ്ലാൻ കിട്ടിട്ട് നിങ്ങളെ അറിയിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഇനിയിപ്പം 62 പ്ലാങ്കും കൂടെ ഇരിപ്പുണ്ട്. ലോഗ് 15 എണ്ണം മതിയാകും എന്ന് തോന്നുന്നു. 1 2 3 4 അങ്ങോട്ട് 1 2 3 4 ബ്ലോക്ക് ഹൈറ്റ്. 1 2 3 4 1 2 3 4 ഇപ്പോൾ ഇവിടെയും കൂടെ 1 2 3 3 ആയിട്ടുള്ളൂ. ഇനി ഒരെണ്ണം കൂടെ വേണം. ലൈഫ് കുറവായിരുന്നു. എന്ത് ഇത്ര നേരമായിട്ട് കൂടാത്ത? പിന്നെ ഫുഡാണ് തിന്നാനും പറ്റുന്നില്ല. ഓക്കെ
ഗൈസ് പിന്നെ ചിലപ്പം ഇത് അരമണിക്കൂർ കൂടിപ്പോവും. അല്ലെങ്കിൽ ഈ എപ്പിസോഡ് കൊണ്ട് തന്നെ ഈ വീഡിയോ പണി തീർക്കാം. നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ തീർക്കും, ഇല്ലെങ്കിൽ ഇരിക്കട്ടെ. ഓക്കെ, ഇത് ഒളിച്ചു മാറ്റാം. ഇപ്പോൾ കുറേ കോബിൾ സ്റ്റോൺ എടുക്കാനുണ്ട്. അത് ഞാൻ അവിടെ ചെന്ന് മൈൻ ചെയ്തെടുത്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ കാർഡ് സ്പോണാവല്ലേ? ഞാൻ വിചാരിച്ച് മറ്റേ വേറൊന്നും പ്രത്യേകിച്ച് സ്പോണാവത്തില്ലെന്നാ. ഇതവിടുത്തെ ബയോമിലൊക്കെ കുറച്ച് ഓള് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ അതെടുത്തോണ്ട് പോകുന്നു. അതെടുക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം മൈൻ ചെയ്യണം. ഇത് മൈൻ ചെയ്യുമ്പോൾ വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് എന്തുവാ ഇത്രയും കോളൊക്കെ പിന്നെ വന്നെങ്കിൽ മൈൻ ചെയ്യാം. ഇപ്പോൾ ഒരു 3 സ്റ്റാക്ക് 3-4 സ്റ്റാക്ക് അടുപ്പിച്ച് ഇത് വേണം കോബിൾ സ്റ്റോൺ. ഒരു സ്റ്റാക്കായി. എൻ്റെ ഒരു പിക്കാക്സും പൊട്ടിപ്പോയി. അടുത്ത എപ്പിസോഡ് വേറെ പണിയൊന്നുമില്ല, ഈ വീഡിയോ പണി മാത്രം. ഇപ്പം പറ്റുമെങ്കിൽ ഈ വീഡിയോ പണി അടുത്ത എപ്പിസോഡിലൊക്കെ തീരുവാണെങ്കിൽ നമ്മൾ ഇനി ഒരു ചെറിയ ഫാം ഉണ്ടാക്കും. പശുവിനെ ആടിനെ ഒക്കെ വെച്ച്. പ്ലസ് ഫുഡിന് വേണ്ടി മറ്റേ സംഭവം വീറ്റ്. കഴിച്ച് ഈ കോബിൾ സ്റ്റോണൊക്കെ ഒന്ന് മൈൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്കിപ്പം അടുപ്പിച്ച് 2.5 സ്റ്റാക്ക് കിട്ടി. ഇനി വേണമെങ്കിൽ ഇങ്ങോട്ട് വന്നെടുക്കാം. കൂടെ രാത്രിയാകാറായി. ഇവിടെ ഈ പാലം പോലത്തെ ഉണ്ടാക്കി വെച്ചതൊക്കെ നന്നായി. ഇല്ലെങ്കിൽ ഏത് സമയമൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ഡയറക്റ്റ് അതിനകത്തേക്ക് എടുത്തിയാടും. ഈ ഹെൽത്തൊക്കെ ഒന്ന് റീജനറേറ്റ് ആയി വരാൻ കുറേ താമസമാണ് ബെഡ് റോക്കിൽ. ഇങ്ങനെ ഡീൽ ആക്കാതെ പോയോ? ഓക്കെ, ഇനിയിപ്പം കോബിൾ സ്റ്റോണൊക്കെ ഓരോന്നോരോന്നായി വെക്കാൻ തുടങ്ങാം.
ഒന്ന് ഗൈസ്, ഇപ്പം ഞാൻ ഈ സ്ഥലവും കൂടെ കൂട്ടി വയ്ക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പറഞ്ഞത് ഇനിയിപ്പോൾ സാൻഡൊക്കെ വേണ്ടേ ഗ്ലാസ് ഉണ്ടാക്കാൻ. ഏറ്റവും അവസാനം ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് പറ്റാം. അപ്പം ഇവിടെ നിന്ന് അങ്ങനൊരു സ്റ്റാക്ക് ചേർന്ന് ഓക്കെ. അങ്ങനൊരു ബേസിക്കായിട്ട് ഇനി മാറ്റി ഇനി ഇവിടെ ഒരു ഡോർ സെറ്റ് ചെയ്യണം. അതിനു മുമ്പേ ഡോഗ് പശു വേണം കൊണ്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഏതാണ്ടൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് സ്റ്റെയറും കുറച്ച് സ്ലാബും ഉണ്ടാക്കട്ടെ. നല്ലൊരു ഡോറ് വേണ്ട, കോപ്പറിൻ്റെ ഡോറ്. കോപ്പർ അത് വേണ്ട, വുഡ് തന്നെ ഇരിക്കട്ടെ. നമുക്ക് അകത്ത് പ്രഷർ പ്ലേറ്റ് വെക്കാം. അതാകുമ്പോൾ കുഴപ്പമില്ല. അകത്ത് വേണേൽ പ്രഷർ പ്ലേറ്റ് വെക്കാം, അതാകുമ്പോൾ വേറെ ഇഷ്യൂ ഇല്ല. ഇനിയിപ്പം സ്റ്റെയറും സ്ലാബും കോബിൾ സ്റ്റോണൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. 28 സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതവിടെ പ്ലേസായി. എൻ്റെ വെച്ച് പോകാം. പറ്റുമെങ്കിൽ ഫുള്ളും സ്റ്റെയറൊക്കെ തന്നെ വെക്കും, ഇല്ലെങ്കിൽ ഞാൻ ബാക്കിയുള്ളതൊക്കെ തലതിരിഞ്ഞും പോയി. നാല് സ്റ്റെയറും കൂടെ
നമുക്കിനി 1 2 3 4 5 6 7 8 9 10 ഒരു 10 വേണം. കുറച്ചും കൂടെ ഉള്ളു കോബിൾ സ്റ്റോൺ. അയ്യോ ഇനിയും വേണം. ഇപ്പുറത്തെ സൈഡും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കാര്യം. അപ്പോൾ കുറച്ച് കോബിൾ സ്റ്റോൺ 28 ഇങ്ങനെ പോയാൽ എനിക്ക് മണ്ടയിൽ സ്ലാബൊക്കെ ഉണ്ട് വരും. വുഡൻ സ്ലാബ്. ഇല്ലെങ്കിൽ കോബിൾ സ്റ്റോൺ പിന്നെയും പോയി ഉണ്ടാക്കണം. പ്ലസ് സാൻഡും. നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സോംബി പീക്കിരി. ആ കുരിപ്പിൻ്റെ അകത്താണ് തീ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലാത്ത വെതർ കണ്ടീഷൻ എന്ന് പറയുകയാണെങ്കിൽ അത് ഈ റെയിന്, സ്നോയ്, തണ്ടർ റെയിനും. വേറൊന്നുമില്ല. ഇപ്പം മഴയൊക്കെ പെയ്യുമ്പോൾ എന്താ പറയുക, ഇത് മഴയൊക്കെ പെയ്യാൻ നേരത്തെ നോക്കിയാലോ മോബ്സൊക്കെ കയറി വരും. അപ്പം അത് നല്ല ഇഷ്യൂ ആയിരിക്കും. ഇനി നമുക്കിവിടെ വീട് ഇത് കൊള്ളത്തില്ല. വേറെ ഏതെങ്കിലും ഒരെണ്ണം വെച്ച് ചെയ്യാം. ഇനി കുറേ സ്ലാബ് ഉണ്ടാക്കണം. അങ്ങനെ വേഗം അന്ന് കുഴിച്ചിടത്ത് തന്നെ ഒന്നുകൂടെ പോയി കുഴിക്കാം. അല്ലെങ്കിൽ വേണ്ട, വുഡൻ സ്ലാബൊക്കെ തന്നെ വെക്കാം. എത്ര സ്ലാബായി? 48. ഓക്കെ, ഒരു സ്റ്റാക്കും 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കയറി അവിടെ സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ബ്ലോക്കൊക്കെ വെക്കുന്നതേ ഉള്ളൂ. ഇത് രാത്രി ആകാറ്. ഈ മരം വളർന്ന് അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നട്ടുവെച്ച മരം വളർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുഴിക്കാത്ത ഇതിന് മാത്രം എന്തോരം ഉണ്ടോ എന്തോ. ഒരു വവ്വാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നുണ്ട്. ഇതൊക്കെ ഇപ്പം സ്ലാബൊക്കെ ഇല്ലെങ്കിൽ അത് മറന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ പോയി കിടക്കട്ടെ. ഇവിടെ എന്തോന്നാടാ മഞ്ഞ സുരപ്പിലുണ്ടാക്കിയായിരുന്നല്ലോ. എന്തോ രാത്രി എത്ര താമസം.
എൻ്റെ ഈ ഹെൽത്തൊന്ന് റീജനറേറ്റ് ആവുന്നില്ല, എന്നാന്നൊന്നും മനസ്സിലാവുന്നുമില്ല. ഇപ്പം ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ബാക്കി ചെയ്യാം. റെക്കോർഡായോ? ഇപ്പം തന്നെ ഈ സ്ലാബൊക്കെ ഒന്ന് വെക്കട്ടെ, എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങളെ. അത് തീർന്നു, ഇനി ഉണ്ടാക്കിയിട്ട് വെക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ആ സ്ലാബൊക്കെ അങ്ങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു മിസ്സിങ് ഉണ്ട്, ഓർക്കുന്നില്ല. ഗ്ലാസ് പറഞ്ഞ പോലെ ഗ്ലാസ് വേണ്ടേ? ഗ്ലാസ്സിന് ഞാൻ എവിടെ പോകുമെന്തോ. കുറച്ച് അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് മൈൻഡ് ചെയ്യാം. രാവിലെ എന്ത് ചെയ്യാമേ, ഇപ്പം ചത്തേനെ. അപ്പം ഒരു ശവലം ഉണ്ടാക്കട്ടെ. സ്റ്റിക്കില്ലെന്ന് തോന്നുന്നു. ഇപ്പം കോബിൾ സ്റ്റോണും ഇല്ല. ഞാൻ കുഴിച്ചിട്ടല്ലേ അതന്നെ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ടോർച്ച് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കാം. രാത്രി ആകാറ്. അതെ. അപ്പം ഷവലുണ്ടാക്കണം. ഗൈസ്, ഇനിയിപ്പോൾ ഞാൻ കുറച്ച് സാൻഡൊക്കെ നനച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അടുത്ത് രാത്രി ആകാറായി. ഇന്ന് നടക്കാൻ പറ്റാത്ത, ഞാൻ ക്രൗച്ച് ചെയ്തൊക്കെ ആയിരുന്നു. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് കിടക്കാൻ പറ്റാത്തതെന്നു. ഓക്കെ, അപ്പം ബാക്കി പണികളൊന്നും ചെയ്യണം. അയ്യോ, ഇന്ന് 28 മിനിറ്റ് കഴിഞ്ഞു. ഏതാണ്ട് ഒരു സ്റ്റാക്കിന് വരെ ഞാൻ സാൻഡൊക്കെ ഒപ്പിച്ച് സ്മെൽറ്റ് ചെയ്ത്, വുഡ് വെച്ചാട്ടോ സ്മെൽറ്റ് ചെയ്തത്. വുഡ് വെച്ച് സ്മെൽറ്റ് ചെയ്ത്. അയ്യോ, കുറേ സമയം എടുത്താ സാൻഡൊക്കെ മൈൻഡ് ചെയ്ത് വന്നപ്പോൾ. അങ്ങനെ എല്ലാം കഴിഞ്ഞു. പുറത്തെ ഇതൊക്കെ നമ്മുടെ വീട് ഇതാ തയ്യാറായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനിയിപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും പൊളിച്ചെടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി വെക്കണം. ഫർണീസ് പിന്നെ ഫുഡൊക്കെ ഒന്ന് കുക്ക് ചെയ്യാൻ വെച്ചായിരുന്നു.
പറഞ്ഞ ടോർച്ച് വെക്കണമല്ലോ. ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ഇവിടെ, വേറെ ഒരെണ്ണം ഇവിടെ. ഇനിയിപ്പം എൻ്റെ ഇൻവെൻ്ററിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് ഇവിടെ വെക്കാം. ബെഡ് ഇത് പ്ലീസ് ആവാത്ത. ഓക്കെ, റീസ്പോൺ പോയിന്റ്. പിന്നെ ഫർണേസ്, ക്രാഫ്റ്റിംഗ് ടേബിള്, ഒരു പെട്ടി. ഇപ്പോൾ പെട്ടിക്കകത്തേക്ക് എൻ്റെ സോഡ് എന്തിടാ കിട്ടി. ടൂൾസ് കയറ്റി വെക്കാം. ഇപ്പോൾ ബോക്കും എല്ലാം വെക്കാം. അരമണിക്കൂർ കഴിഞ്ഞല്ലേ? ഓക്കെ, എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് കേവിലേക്ക് ചാകണം. കുറേ നേരെ ഈ അടുത്ത് റീജൻ ആവാൻ വെയിറ്റ് ചെയ്യുന്നു. അയ്യോ കളിക്ക് അമ്മച്ചി എങ്ങോട്ടേക്കോ പോണു. എന്നൊക്കെ കൊന്നിട്ട് ഞാൻ ചത്തെന്ന് വന്നു. എക്സ്പിയും പോയി. മറന്നു എക്സ്പി പോകും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക.